വെൽക്കം ടു ട്രൈഡോട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്കറ്റ് ഒന്ന് റസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നൊരു ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ ഏരിയ ആണ്. ആ ഏരിയയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. മാത്രമല്ല, ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കൂടിയും കിട്ടിയിട്ടുണ്ട്. ആ ബ്രേക്ക് ഔട്ട് കിട്ടി ഇവിടുന്ന് ടെസ്റ്റ് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. എനിവേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരിക തന്നെയാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ റെസ്പെക്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് കാണാം, നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനൊന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയാണ് പ്രധാനപ്പെട്ട വൺ ഡേ ചാർട്ടിലെ കീ ഏരിയാസ്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിളായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് ആണ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. ഈ ഒരു ഏരിയയെ 4 ഹവറിൽ ഒരു നല്ല സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം 4 ഹവറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയയാണ്, ഒരു ഇംബാലൻസ് ആണ്. ആ ഒരു ഇംബാലൻസിൻ്റെ പ്രത്യേകത ഓൾറെഡി നോക്കിയാൽ കാണാം, ഇവിടെ വന്നിട്ട് എടുത്തു പോയതാണ്. അപ്പം അതുകൊണ്ട് വീണ്ടും മെൻഷൻ ചെയ്യുന്നില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എല്ലാവരും. ഒരുപക്ഷെ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ കിട്ടാനും സാധ്യത, അല്ലെങ്കിൽ നല്ലൊരു റിയാക്ഷൻ കിട്ടാനും സാധ്യത ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ 4 ഹവറിൽ ഇത്രയാണ് ഇവിടെ, അതായത് സപ്പോർട്ട് ഏരിയയിൽ മാർക്ക് ചെയ്യാനുള്ളത്. മുകളിലോട്ട് വരുന്ന സമയത്ത് 4 ഹവറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നല്ല ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 4 ഹവറിൽ. നോക്കിയാൽ കാണാം, ഇവിടെയും വന്ന് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 4 ഹവറിൽ മറ്റൊരു കാര്യം കൂടി എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് നോക്കിയാൽ കാണാം, എടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 ഹവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിൽ പോയിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് 1 ഹവറിലൊന്നും കാണാനില്ല. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് എല്ലാം 1 ഹവറിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഉണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് ഹിറ്റ് ചെയ്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ചെയ്ത മൾട്ടിപ്പിൾ ടൈം നിന്ന് മാർക്കറ്റ് നിന്ന് ബ്രേക്ക് ചെയ്തിട്ടും കൂടി ഉണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെയൊക്കെ വന്ന് പലതവണ വന്നിട്ട് മാർക്കറ്റ് റിയാക്ഷൻ തന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയെ വളരെ സ്ട്രോങ് ആയിട്ട് 1 ഹവറിൽ വർക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 1 ഹവറിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയനെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് ഇടുന്നുണ്ട്. താഴോട്ടേക്ക് നോക്കിയാൽ കാണാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് 50 മിനിറ്റ്സിൽ. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയുടെ താഴെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തൊരു ഏരിയയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയും 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഏറെക്കുറെ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത്. കറൻറ്റ്ലി ഒരു ക്യാൻഡിൽ നല്ല റിജക്ഷൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് 50 മിനിറ്റ്സിൻ്റെ. ആ ഇംബാലൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വരുമോ എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു 50 മിനിറ്റ്സിൻ്റെ സപ്പോർട്ടിൽ നിന്ന് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അത് ഏറെക്കുറെ ഇവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇംബാലൻസ് വരെ എത്താം. ഇംബാലൻസിൽ നിന്നാണ് ഇപ്പോൾ പോകുന്ന മാർക്കറ്റ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പരമാവധി അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് ഏരിയ വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ എക്സ്ട്രീം ലെവലിൽ വരച്ചൊരു സപ്പോർട്ട് ഏരിയ, അതായത് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ആക്ട് ചെയ്ത ഈ ഒരു സപ്പോർട്ട് ഏരിയ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇംബാലൻസിലേക്ക് എത്തിയിട്ടാണ് റിയാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇനി ഒരു ലോങ് എൻട്രി ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി. ട്രെൻഡ് ലൈൻ ബ്രേക്ക് തന്ന്
ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം ലോങ് എൻട്രി നോക്കിയാൽ മതി. ഒരുപക്ഷെ ലോങ് എൻട്രിയുടെ ഒക്കെ സൈനുകൾ ഒരുപക്ഷെ ഇവിടുന്ന് തന്നെ കാണിച്ചു തുടങ്ങും. അതായത് വലിയ ക്യാൻഡിലുകൾ പാറ്റേണൊക്കെ ഇവിടുന്ന് തന്നെ കാണിച്ചു തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ആ പാറ്റേണിലേക്ക് തിരിച്ചിറങ്ങുകയാണെങ്കിൽ അങ്ങനെയും എൻട്രി എടുക്കാം. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കണം, വലിയ ക്യാൻഡിൽ സ്റ്റിക്കുകളായിരിക്കണം, നല്ല സ്ട്രോങ് മൂവ്മെന്റുകളായിരിക്കണം. അല്ലാത്ത രീതിയിൽ എടുക്കരുത്, ചെറിയ മൂവ്മെന്റുകളോ മറ്റോ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇതിന് താഴോട്ടേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ ഈ ഒരു 15 മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയക്ക് വന്നിട്ടായിരിക്കും ചിലപ്പോൾ കയറി പോവുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാറ്റേൺ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് അണ്ടിങ് സംഭവിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഏരിയയുടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വലിയൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ സിംഗിൾ ട്രേഡൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വളരെ നല്ല രീതിയിൽ അതൊരുപക്ഷെ ഹെൽപ്പ് ചെയ്യാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 50 മിനിറ്റ്സിൻ്റെ ഒരു ബൈ എൻട്രി പറയുന്നത്. സെൽ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഒരു റീടെസ്റ്റിന് വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ റീടെസ്റ്റിന് വരുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് പോകുമ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പാറ്റേണിലേക്കായിരിക്കാം. അപ്പോൾ ആ ഒരു പാറ്റേണിലേക്ക് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു സെൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് സെൽ എൻട്രി പോലെയൊക്കെ എടുക്കാം. അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സെൽ എൻട്രി ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ താഴെ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയ, മേജർ സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ സെൽ എൻട്രി ഉണ്ട്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടൊരു മൂവ്മെന്റ് കിട്ടാം. റിജക്ഷൻ ക്യാൻഡിലോ മറ്റോ ക്വിക്കായിട്ട് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് ബൈ എൻട്രി കിട്ടാം. അല്ലെങ്കിൽ വലിയൊരു എൻഗൾഫിങ്ങും കിട്ടുകയാണെങ്കിലും ഒരു ബൈ എൻട്രി നോക്കാം. അങ്ങനെയാണെങ്കിലും ഇറങ്ങി വരുന്ന പാറ്റേൺ, ക്ലിയർ ആയിട്ട് ഇറങ്ങി വരുന്ന പാറ്റേണിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിലേക്ക് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് നോക്കാവുന്നതാണ് ടാർഗറ്റ്. അപ്പോൾ അതും ഉണ്ട്. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഇതിന് താഴെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് കണ്ടിന്യൂഷൻ ഇതിന് താഴെ വന്നു കഴിഞ്ഞിട്ട് അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഇവിടം വരെ ഒന്ന് നോക്കാവുന്നതാണ് സെൽ എൻട്രി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെൽ എൻട്രിയും ബൈ എൻട്രിയും US ഓയിലിൽ പറയുന്നത്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ഏരിയയിലൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.